നമസ്കാരം. ഇലക്ട്രിക് ബസ്സിനെ ചൊല്ലി തിരുവനന്തപുരം കോർപ്പറേഷൻ KSRTC പോര് രൂക്ഷമാകുകയാണ്. സ്മാർട്ട് സിറ്റി ബസ്സുകൾ തലസ്ഥാനത്തിന് പുറത്തേക്ക് അനുവദിക്കില്ല എന്ന് മേയർ VV രാജേഷ് ഇന്നും ആവർത്തിച്ചു. ഇതോടുകൂടി ഈ വിഷയം വീണ്ടും സജീവമാകുകയാണ്. എന്നാൽ തലസ്ഥാനത്തേക്കുള്ള യാത്രക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ബസ് ഓടിക്കുന്നത് എന്നും നഷ്ടത്തിൽ ഓടിക്കാനാവില്ല എന്നുമാണ് KSRTCയുടെ നിലപാട്. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്മാർട്ട് സിറ്റിക്കായി കോർപ്പറേഷൻ KSRTCക്ക് നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കിയത്. ഈ ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്നും ഈ ബസ്സുകൾ ഉടൻ തന്നെ തിരിച്ചെത്തിക്കണമെന്നും തിരുവനന്തപുരം മേയർ ഇന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം മറ്റ് സ്ഥലങ്ങളിൽ ഓടിക്കുകയാണ്. നഗരത്തിന് പുറത്തേക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തന്നെ തിരിച്ചെത്തിക്കണം. കോർപ്പറേഷന് കൃത്യമായി ലാഭവിഹിതം കിട്ടണമെന്നും മേയർ പറഞ്ഞു. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേയറുടെ ഈ നീക്കം. കരാർ മാറ്റാൻ 1-2 വ്യക്തികൾക്ക് അധികാരമില്ല. ബസ്സുകൾ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി നൽകിയതാണ്. കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷനിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നും KSRTCയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും VV രാജേഷ് പറഞ്ഞു. അതേസമയം ഈ ബസ് തർക്കത്തിൽ രാജേഷിനെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി വരുമ്പോൾ ഞങ്ങൾക്കും ആവശ്യമുന്നയിക്കാനുണ്ട്. തെരുവ് നായ ശല്യം ഒഴിവാക്കുവാനുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മേയർ കത്ത് നൽകണമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ R ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിലുള്ള കെട്ടിട ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ശ്രീലേഖയെ മയപ്പെടുത്തുന്ന നിലപാടാണ് VV രാജേഷ് കൈക്കൊണ്ടത്. അതിനു പിന്നാലെ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നും കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. ഈ വിവാദം മുറുകവെയാണ് വീണ്ടും ഈ ബസിന്റെ പേരിലും തർക്കം ഉടലെടുത്തിരിക്കുന്നത്. വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകളും കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവയിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു മേധാവിത്വം. അക്കാലത്ത് തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചു പിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. സാമ്പത്തിക ഉപദേഷ്ടാവ് ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ച് നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് സെക്രട്ടറി വ്യക്തമാക്കണം. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടയിലാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്രമായ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത്. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നും അന്വേഷിക്കുമെന്നും മേയർ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകളടക്കം വിശദമായി പരിശോധിക്കുമെന്നും VV രാജേഷ് പറഞ്ഞു.